9ാം ക്ലാസ് 2024 വർഷത്തെ ഫിസിക്സ് ചോദ്യപേപ്പറാണ് വിശകലനം ചെയ്യുന്നത്. ഇതൊരു പബ്ലിക്കേഷൻ്റെ ചോദ്യപേപ്പറാണ്. ആദ്യ ചോദ്യം: ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുക. വായു 3×10⁸ മീറ്റർ/സെക്കൻഡ്. ഗ്ലാസിൻ്റെത് കണ്ടുപിടിക്കണം അല്ലേ. ഇവിടെ തന്നിരിക്കുന്നത് പ്രകാശത്തിൻ്റെ പ്രവേഗമാണ്. വായുവിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗതയാണ് 3×10⁸ മീറ്റർ/സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ഗ്ലാസിൻ്റെത് കണ്ടുപിടിക്കാം. ഗ്ലാസിൻ്റെത് വരുന്നത് 2×10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. അത് നമുക്കിങ്ങനെ കാണാം, n = c/v എന്ന് അല്ലേ. അതാണ് സമവാക്യം. അപ്പോൾ നമ്മളിവിടെ v ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. v കാണാൻ c/n എന്ന് വരും. c പ്രകാശത്തിൻ്റെ പ്രവേഗമാണ്, അത് 3×10⁸ അല്ലേ. ഇവിടെ ഗ്ലാസിൻ്റെത് 1.5 വരിക. അപ്പോൾ അതിൻ്റെ ആൻസർ 2 അല്ലേ. 2×10⁸ മീറ്റർ/സെക്കൻഡ്. ഇനി ചോദ്യം 2: കൂട്ടത്തിൽപ്പെടാത്തത് കണ്ടെത്തുക. വേഗം, പ്രവേഗം, സ്ഥാനാന്തരം, ത്വരണം. ഇവിടെ കൂട്ടത്തിൽപ്പെടാത്തത് വേഗമാണ്. ഇതൊരു അദിശ അളവാണ്. മറ്റുള്ളതൊക്കെ പ്രവേഗം, സ്ഥാനാന്തരം, ത്വരണമൊക്കെ സദിശ അളവുകളാണ്. ചോദ്യം 3: നിശ്ചലാവസ്ഥയിൽ നിന്ന് പുറപ്പെട്ട് ഒരു വസ്തുവിൻ്റെ ത്വരണം 2 മീറ്റർ/സെക്കൻഡ്² ആണെങ്കിൽ 10 സെക്കൻഡിന് ശേഷമുള്ള പ്രവേഗം എത്ര? അപ്പോൾ ഇവിടെ ഇത് കാണാനുള്ള സമവാക്യം a = v - u/t ആണ് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് v കണ്ടുപിടിക്കുക. v കാണാനുള്ളത് u + at അല്ലേ. u + at ആണ്. ഇവിടെ u എന്ന് പറയുന്നത് ആദ്യ പ്രവേഗമാണ്, അത് 0 വരുന്നത്. a എന്ന് പറയുന്നത് 2 മീറ്റർ/സെക്കൻഡ്² ആണ്. അതുപോലെ തന്നെ t 10 സെക്കൻഡാണ്, സമയം 10 സെക്കൻഡാണ്. അങ്ങനെയാണെങ്കിൽ v ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ 0 + 2×10 അല്ലേ = 2×10 20 മീറ്റർ/സെക്കൻഡ് ആണ്, സെക്കൻഡ്² ആണ് ആൻസറായിട്ട് വരുന്നത്. ചോദ്യം 4: ഒരു മാധ്യമത്തിൻ്റെ അപവർത്തനാങ്കം n, ആ മാധ്യമത്തിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗത v, ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗത c എന്നിങ്ങനെയാണെങ്കിൽ ശരിയായ ബന്ധം കണ്ടെത്തുക അല്ലേ. നമുക്കറിയാം n = c/v എന്നാണ് ശരിയായ ബന്ധം അല്ലേ. ചോദ്യം 5: പ്രകാശം കടത്തിവിടുന്ന ചില മാധ്യമങ്ങൾ ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്നു. ഇതിൽ പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമം ഏത്? തന്നിരിക്കുന്നത് വജ്രം, ജലം, ഗ്ലാസ് എന്നിവയാണ്. ഇതിൽ പ്രകാശ സാന്ദ്രത കൂടുതലുള്ളത് വജ്രത്തിനാണ്. ഓക്കെ. ഇനി ചോദ്യം 6: തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ അടിവരയിട്ട ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ശരിയാക്കി എഴുതുക. എ: ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ കോൺ 48 ഡിഗ്രി ആണ് അല്ലേ. ഇവിടെ ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ കോണ് 48 ഡിഗ്രി അല്ല, ഉത്തരം എത്രയാണ്? 42 ഡിഗ്രിയാണ് വരുന്നത്. അതിലെ ബി ചോദ്യം: ത്വരണത്തിൻ്റെ യൂണിറ്റ് മീറ്റർ/സെക്കൻഡ് ആണ് അല്ലേ. അതിലും ചെറിയ പ്രശ്നമുണ്ട്. ത്വരണത്തിൻ്റെ യൂണിറ്റ് മീറ്റർ/സെക്കൻഡ്² ആണ് എന്ന് മനസ്സിലാക്കാം. ചോദ്യം 7: കാരണം കണ്ടെത്തി എഴുതുക. നക്ഷത്രങ്ങൾ മിന്നുന്നതായി തോന്നുന്നത് അന്തരീക്ഷത്തിലെ അപവർത്തനമാണ് അതിനുള്ള കാരണം. നക്ഷത്രത്തിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്തുന്നതിന് മുമ്പ് അല്ലേ, നമ്മുടെ കണ്ണിലെത്തുന്നതിന് മുമ്പ് ഒരുപാട് തവണ അപവർത്തനത്തിന് വിധേയമാകുന്നുണ്ട്. അത് അന്തരീക്ഷത്തിൽ വെച്ചിട്ട് അല്ലേ. നമുക്ക് സ്ഥാനമാറ്റം അനുഭവപ്പെടും. അതുകൊണ്ടാണ് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതായി തോന്നുന്നത്. അതിൻ്റെ കാരണമാണ് അപവർത്തനം, അന്തരീക്ഷ അപവർത്തനം. അതിൽ ബി: ഗ്ലാസ്സിലെ ജലത്തിലിട്ട പെൻസിൽ ഒടിഞ്ഞതായി തോന്നുന്നത് എന്തുകൊണ്ടാണ്? അത് പ്രകാശത്തിൻ്റെ അപവർത്തനമാണ്. ഇനി ചോദ്യം 8: ചിത്രം പരിശോധിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ചോദ്യം എ: ഏത് മാധ്യമത്തിനാണ്
പ്രകാശിക സാന്ദ്രത കൂടുതൽ? ഇവിടെ ജലത്തിനാണ് പ്രകാശിക സാന്ദ്രത കൂടുതൽ. ബി ക്വസ്റ്റ്യൻ, ഏത് മാധ്യമത്തിനാണ് അപവർത്തനാങ്കം കൂടുതൽ? അതും ജലത്തിന് തന്നെയാണ് കൂടുതൽ. ചോദ്യം 9. തന്നിരിക്കുന്ന പ്രസ്താവനകളെ സമപ്രവേഗം, അസമപ്രവേഗം എന്നിങ്ങനെ പട്ടികപ്പെടുത്തുക. 4 പ്രസ്താവനകളുണ്ട്. ആദ്യം, സിറ്റിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു കാർ, അത് അസമപ്രവേഗമാണ് അല്ലേ? കാറിൻ്റെ വേഗത അതുപോലെ തന്നെ ദിശയൊക്കെ വ്യത്യാസപ്പെടാം. അത് അസമപ്രവേഗത്തിലാണ്. ബി, ശൂന്യതയിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നത് അല്ലേ? ഒറ്റ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്, അത് സമപ്രവേഗത്തിലാണ്. ഇനി സി, സമവർത്തുള ചലനം, അത് അസമപ്രവേഗമാണ് അല്ലേ? കാരണം ദിശ മാറിക്കൊണ്ടിരിക്കും. ഇനി ഡി, 30 km/h വേഗതയിൽ ഒരു കാർ നേരെയുള്ള റോഡിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, അത് സമപ്രവേഗമാണ്. ഇനി ചോദ്യം 10. ചിഹ്നങ്ങൾ തിരിച്ചറിഞ്ഞ് അവ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് എഴുതുക. ഇവിടെ ആദ്യ ചിഹ്നം ഇടുങ്ങിയ വഴി കാണിക്കുന്ന ചിഹ്നമാണിത്. രണ്ടാമത്തത് സ്കൂൾ അടുത്ത് അല്ലേ? അടുത്ത് സ്കൂൾ ഉണ്ടെന്നുള്ള ചിഹ്നമാണ് ഇത്. ചോദ്യം 11. നിശ്ചലാവസ്ഥയിൽ നിന്ന് പുറപ്പെട്ട ഒരു കാറിൻ്റെ പ്രവേഗം 4 സെക്കൻഡ് കൊണ്ട് 20 m/s ആയെങ്കിൽ, എന്നൊരു പറയാം, നിശ്ചലാവസ്ഥയിൽ നിന്ന് പുറപ്പെട്ട് ഒരു കാറിൻ്റെ പ്രവേഗം 4 സെക്കൻഡ് കൊണ്ട് 20 m/s ആയെങ്കിൽ, ചോദ്യം എ, കാറിൻ്റെ ത്വരണം കണ്ടെത്തുക. ത്വരണം കാണാനുള്ള സമവാക്യമാണ് A = V - U/T അല്ലേ? അപ്പോൾ ഇവിടെ വി എന്ന് പറയുന്നത് 20 m/s ആണ്. അതുപോലെ തന്നെ യു ആദ്യ പ്രവേഗമാണ്, അത് 0ആണ്. നിശ്ചലാവസ്ഥയിൽ നിന്നാണ് തുടങ്ങുന്നത്, 0ആണ്. ബൈ ടി എന്ന് പറയുന്നത് 4 സെക്കൻഡാണ് അല്ലേ? അപ്പോൾ ആൻസർ 20/4 = 5 m/s². ഇനി ചോദ്യം അതിലെ ബി, 4 സെക്കൻഡ് കൊണ്ട് കാറിനുണ്ടായ സ്ഥാനാന്തരത്തിൻ്റെ അളവ് കണ്ടെത്തുക അല്ലേ? സ്ഥാനാന്തരം കണ്ടുപിടിക്കാനുള്ളത് എസ് = V × T ആണ്. V × T. അപ്പോൾ വരുന്നത് 20 × 4 അല്ലേ? വി എന്ന് പറയുന്നത് ഇവിടെ 20 ആയിരുന്നു. ടി സമയം 4 സെക്കൻഡാണ്. 20 × 4 = 80 മീറ്റർ. ഇനി ചോദ്യം 12. പട്ടിക പരിശോധിക്കുക. മാധ്യമം, പ്രകാശത്തിൻ്റെ വേഗത, വജ്രത്തിൻ്റെ വേഗത തന്നിട്ടുണ്ട്, ജലത്തിൻ്റെ വേഗത, ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗത, അതുപോലെ തന്നെ ഗ്ലാസ്സിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗത എല്ലാം തന്നിട്ടുണ്ട്. ഇനി ചോദ്യം എ, പട്ടികയിൽ തന്നിരിക്കുന്നവയെ അവയുടെ പ്രകാശിക സാന്ദ്രതയുടെ അടിസ്ഥാനത്തിൽ ആരോഹണ ക്രമത്തിലേക്ക് മാറ്റുക അല്ലേ? ആരോഹണ ക്രമം എന്ന് പറയുമ്പോൾ കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും കുറഞ്ഞത് വായു അല്ലേ? സാന്ദ്രത, അതായത് പ്രകാശത്തിൻ്റെ വേഗത കൂടുകയാണെങ്കിൽ സാന്ദ്രത കുറയും. അപ്പോൾ ഏറ്റവും സാന്ദ്രത കുറഞ്ഞത് വായുവിലൂടെയാണ്. വായു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ജലമാണ് വരുന്നത്. അത് കഴിഞ്ഞാൽ ഗ്ലാസ്, അത് കഴിഞ്ഞാൽ വജ്രം. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് വായുവിനും ഏറ്റവും കൂടിയത് വജ്രത്തിനുമാണ് സാന്ദ്രത. ഇനി ചോദ്യം ബി, ജലത്തിൻ്റെ അപവർത്തനാങ്കം കണ്ടെത്തുക. അപവർത്തനാങ്കം കണ്ടെത്താനുള്ള സമവാക്യം ഇവിടെ നോക്കുക. N = C/V ആണ് അല്ലേ? N = C/V അല്ലേ? സി എന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ വേഗമാണ്, 3 × 10⁸ ആണത്. അതുപോലെ തന്നെ ജലത്തിൻ്റെ നമുക്ക് കൂടെ തന്നിട്ടുണ്ട് 2.25 × 10⁸ m/s അല്ലേ? അപ്പോൾ ഇത് മാത്രം ചെയ്താൽ മതി. 3/2.25 എന്താ കിട്ടുക? 4/3, അതായത് 1.33. ഇനി അപവർത്തനാങ്കത്തിൻ്റെ നിർവചനം എഴുതുക. അപവർത്തനാങ്കം N =
C/V എന്നാണ് അപവർത്തനാങ്കത്തിൻ്റെ നിർവചനം. ചോദ്യം 13. ചിത്രം പരിശോധിക്കുക. ഒരാൾ എയിൽ നിന്ന് യാത്ര തുടങ്ങി B, C എന്നീ സ്ഥലങ്ങളിലൂടെ ഡിയിലെത്തുന്നു അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ചിത്രം. അപ്പോൾ എയിൽ നിന്നാണ് യാത്ര തുടങ്ങുക, അയാൾ ബിയിലെത്തുന്നു, സിയിലേക്ക് പോകുന്നു, അവസാനം ഡിയിലാണ് എത്തുന്നത്. ഇനി ചോദ്യം, എയിൽ നിന്നും തുടങ്ങി ഡിയിൽ എത്തിച്ചേരുമ്പോൾ ഇയാളുടെ സ്ഥാനാന്തരവും സഞ്ചരിച്ച ദൂരവും കണ്ടെത്തുക. അപ്പോൾ എയിൽ നിന്ന് ബി വഴി സിയും കടന്നാണ് ഡിയിലേക്ക് എത്തുന്നത് അല്ലേ. അപ്പോൾ ദൂരം അല്ലേ, ആകെ ദൂരം എയിൽ നിന്ന് ബിയിലേക്ക് 10 കിലോമീറ്റർ, അവിടുന്ന് വീണ്ടും ബിയിൽ നിന്ന് സിയിലേക്ക് 5 കിലോമീറ്റർ, 15 അവസാനം സിയിൽ നിന്ന് ഡിയിലേക്ക് 15 + 10 25 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു. ഇനി സ്ഥാനാന്തരം എത്രയാണ് വരുന്നത്? എയിൽ നിന്ന് ഡിയിലേക്ക് അല്ലേ, ഈ ദൂരമാണ് സ്ഥാനാന്തരം. അപ്പോൾ എയിൽ നിന്ന് ഡിയിലേക്കുള്ള ദൂരം 5 കിലോമീറ്റർ ആണ് സ്ഥാനാന്തരം, 5 കിലോമീറ്റർ ആണ് സ്ഥാനാന്തരമായിട്ട് വരുന്നത്. ഇനി അവിടുത്തെ സി ക്വസ്റ്റ്യൻ, സദിശ അളവുകൾക്കും അതിശ അളവുകൾക്കും ഓരോ ഉദാഹരണം നിർദ്ദേശിക്കുക. ആദ്യം അതിശ അളവ്. അതിശ അളവിന് ഉദാഹരണമാണ് ദൂരം, വേഗത, സമയം, മാസ്. ഇതൊക്കെ അതിശ അളവാണ് അല്ലേ. ഇനി സദിശ അളവാണെന്നുണ്ടെങ്കിൽ സ്ഥാനാന്തരം, പ്രവേഗം, ത്വരണം എന്നിവയൊക്കെ സദിശ അളവുകളാണ്. ചോദ്യം 14. ചിത്രം നിരീക്ഷിക്കുക. അപ്പോൾ ചിത്രം ഇവിടെ 2 മാധ്യമങ്ങളുണ്ട്, വായു അതുപോലെ തന്നെ ജലം അല്ലേ. അതിലൂടെയുള്ള പ്രകാശത്തിൻ്റെ അല്ലേ, പ്രകാശപാതയുടെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1, ചിത്രം പൂർത്തിയാക്കുക. ഇവിടെ പ്രകാശം സഞ്ചരിക്കുന്ന 55 ഡിഗ്രിയിലാണ് സഞ്ചരിക്കുന്നത്. നോക്കൂ, ചിത്രം വരുന്നത് ഇങ്ങോട്ട് തന്നെ, ഇങ്ങനെ തന്നെയാണ് വരുന്നത് അല്ലേ. പ്രകാശം അതിലേക്ക് തന്നെ പ്രതിപദിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ചോദ്യം, ചിത്രം നമ്മൾ പൂർത്തിയാക്കി അല്ലേ, ഇങ്ങനെയാണ് ചിത്രം വരുന്നത്. ഇനി ഈ പ്രതിഭാസത്തിൻ്റെ പേരെന്ത്? ഈ പ്രതിഭാസം അല്ലേ, പ്രകാശം അതേ മാധ്യമത്തിലേക്ക് തന്നെ പ്രതിപദിക്കുന്ന പ്രതിഭാസമാണ് പൂർണ്ണാന്തര പ്രതിപതനം. പൂർണ്ണാന്തര പ്രതിപതനം എന്നാണ് ഈ പ്രതിഭാസത്തിൻ്റെ പേര്. ഇനി അത് നിർവചിക്കുക. അതായത് ഈ പൂർണ്ണാന്തര പ്രതിപതനം എന്ത് എന്നാണ് ചോദ്യം. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി സഞ്ചരിക്കുമ്പോൾ പതനകോൺ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലാണെങ്കിൽ അല്ലേ, പതനകോൺ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലാണെങ്കിൽ ആ രശ്മി അപവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിലേക്ക് പൂർണ്ണമായും പ്രതിപദിക്കുന്ന പ്രതിഭാസത്തെയാണ് പൂർണ്ണാന്തര പ്രതിപതനം എന്ന് പറയും. ഓക്കെ. ഇനി ചോദ്യം 15. വ്യത്യസ്ത മാധ്യമങ്ങളുടെ അപവർത്തനാങ്കം പട്ടികയിൽ തന്നിരിക്കുന്നു. അപ്പോൾ മാധ്യമം, അപവർത്തനാങ്കം, വായു, ക്രൗൺ ഗ്ലാസ്, മണ്ണെണ്ണ, വജ്രം അല്ലേ എന്നീ മാധ്യമങ്ങളുടെ അപവർത്തനാങ്കമാണ് പട്ടികയിൽ തന്നിട്ടുള്ളത് അല്ലേ. ഇവിടെ ഏറ്റവും അപവർത്തനാങ്കം കുറഞ്ഞത് ഏതാണ് വരുന്നത്? കുറഞ്ഞത് വായുവിനും അതുപോലെ തന്നെ കൂടിയത് വജ്രത്തിനുമാണ് അല്ലേ. ചോദ്യം എ, പട്ടികയിൽ നിന്ന് പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടിയതും ഏറ്റവും കുറഞ്ഞതുമായ മാധ്യമങ്ങൾ കണ്ടെത്തുക അല്ലേ. നമുക്കറിയാം ഏറ്റവും സാന്ദ്രത കൂടിയത് വജ്രമാണ്. അതായത് അപവർത്തനാങ്കം കൂടിയ മാധ്യമത്തിനായിരിക്കും പ്രകാശ സാന്ദ്രത അല്ലേ, സാന്ദ്രത കൂടിയത്. അപ്പോൾ വജ്രത്തിനാണ് കൂടിയത്, അതുപോലെ തന്നെ സാന്ദ്രത കുറഞ്ഞത് വായുവിനുമാണെന്ന് മനസ്സിലാക്കുക. നമുക്കതിനെങ്ങനെ എഴുതാം? അതിൻ്റെ ഓർഡർ എങ്ങനെയാണ്? ഒരു വജ്രം, ക്രൗൺ ഗ്ലാസ്, മണ്ണെണ്ണ, വായു. ഇനി രണ്ടാമത്തെ ചോദ്യം, വായുവിൽ നിന്ന് വജ്രത്തിലേക്ക് പ്രകാശരശ്മി ചരിഞ്ഞു പതിക്കുമ്പോൾ അപവർത്തന രശ്മി ലംബത്തോട് അടുക്കുമോ അകലുമോ? ലംബത്തോട് അടുക്കും അല്ലേ.
ലംബത്തോട് അടുക്കും. ചോദ്യം സി, വായുവിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗം 3×10⁸ മീറ്റർ/സെക്കൻഡ് ആണെങ്കിൽ മണ്ണെണ്ണയിലൂടെയുള്ള പ്രകാശവേഗം എത്രയായിരിക്കും? നമുക്കറിയാം ഈ പ്രകാശവേഗം കാണാനുള്ള സമവാക്യമാണ് n=c/v എന്നാണ് അല്ലേ. ഇവിടെ c എന്നത് പ്രകാശത്തിൻ്റെ വേഗം തന്നെയാണ്. c 3×10⁸ മീറ്റർ/സെക്കൻഡ്. അതുപോലെ തന്നെ മണ്ണെണ്ണ നമുക്കിവിടെ തന്നിട്ടുണ്ട്. മണ്ണെണ്ണയുടെ അപവർത്തനാങ്കം എന്ന് പറയുന്നത് 1.44 ആണ്. അപ്പോൾ ഇവിടെ v c/n എന്നുപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. c എന്നത് പ്രകാശത്തിൻ്റെ വേഗമാണ്, n എന്ന് പറയുന്നത് മണ്ണെണ്ണയുടെ അപവർത്തനാങ്കമാണ് അല്ലേ. അപ്പോൾ 3/1.44 എന്ന് പറഞ്ഞാൽ 2.02 അല്ലേ. പിന്നെ × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് ആൻസർ വരിക. ഓക്കെ, ഇനി ചോദ്യം 16. നിശ്ചലാവസ്ഥയിൽ നിന്ന് നിർബാധം പതിക്കുന്ന ഒരു കല്ലിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പട്ടികയിൽ. അപ്പോൾ കല്ല് ആദ്യം നിശ്ചലാവസ്ഥയിലാണ്, ചലിക്കുന്നില്ല അല്ലേ. പിന്നീട് കല്ല് ചലിക്കുകയാണ്. ഓരോ സമയത്തിലുമുള്ള പ്രവേഗമാണ് ഇവിടെ പട്ടികയിൽ തന്നിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, ചോദ്യങ്ങളുടെ സമയം അല്ലേ. 0, 1, 2, 3, 4 അതിൻ്റെ പ്രവേഗമാണ് 0, 10, 20, 30 അല്ലേ, 40. ഓരോ സമയത്തിലുമുള്ള പ്രവേഗം തന്നിട്ടുണ്ട്. ഇനി പട്ടിക അടിസ്ഥാനമാക്കി താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഇവിടെ ആദ്യത്തെ ചോദ്യം എ, കല്ലിൻ്റെ പ്രവേഗ സമയ ഗ്രാഫ് വരയ്ക്കുക. കല്ലിൻ്റെ പ്രവേഗ സമയ ഗ്രാഫ് വരയ്ക്കുക. അപ്പോൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് തന്നിരിക്കുന്നതിൻ്റെ തോത് മനസ്സിലാക്കുക. ഇവിടെ എക്സ് അക്ഷത്തിൽ നമ്മൾ എടുക്കുന്നത് അല്ലേ എന്താണ്? സമയം. എക്സ് അക്ഷത്തിൽ എടുക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ വൈ അക്ഷത്തിൽ പ്രവേഗവുമാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എക്സ് അക്ഷത്തിൽ സമയം 1, 2, 3, 4, 5, 6 എന്നിങ്ങനെ എടുത്തു. അതുപോലെ തന്നെ വൈ അക്ഷത്തിൽ 0, 10, 20, 10, 20, 30, 40, 50 ഇങ്ങനെ എടുത്താൽ മതി. 10, 20, 30, 40, 50. അപ്പോൾ നമ്മൾ തോത് ആദ്യം കാണിക്കണം. എക്സ് അക്ഷത്തിലുള്ള തോത് അല്ലേ. 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ അല്ലേ. 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 1 സെക്കൻഡാണ് അല്ലേ. സെക്കൻഡിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 1 സെക്കൻഡ് അല്ലേ. അതുപോലെ തന്നെ വൈ അക്ഷത്തിലുള്ളത് ഇതൊക്കെ 1 സെൻറ്റിമീറ്റർ ആണ് ഉണ്ടാവുക. 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 10 മീറ്റർ/സെക്കൻഡ് അല്ലേ. അപ്പോൾ ഇനി ഇവിടെ നോക്കാം. നമ്മൾ ഇവിടെ 0 ആയപ്പോൾ 0 തന്നെയാണ്. അപ്പോൾ 0-ൽ മാർക്ക് ചെയ്തു. പിന്നെ സമയം 1 ആകുമ്പോൾ 10 സെക്കൻഡാണ്. അപ്പോൾ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു. ഇനി സമയം 2 വരുന്ന സമയത്ത് എത്രയാണ്? 20 ആണ് അല്ലേ. 20 ആണ് പ്രവേഗം. അപ്പോൾ നമ്മൾ ഇവിടെ നേരെ അല്ലേ ഇവിടെ 20-നും ഇവിടെ മാർക്ക് ചെയ്തു. പിന്നെ സമയം 3 സെക്കൻഡ് ആകുമ്പോൾ എത്രയാണ് വരുന്നത്? 30 ആണ് പ്രവേഗം അല്ലേ. 30. അപ്പോൾ ഇവിടെ നേരെ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്തു. പിന്നെ സമയം 4 ആയിരിക്കുമ്പോൾ 40 അല്ലേ. 40 ഈ നേരെയും ഇവിടെ ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത് എന്നിട്ട് നമ്മൾ ഈ കൂത്തുകളൊക്കെ എന്ത് ചെയ്തു? യോജിപ്പിച്ച് നമുക്കൊരു രേഖ കിട്ടി അല്ലേ. അപ്പോൾ ഇതാണ് ഗ്രാഫ് എന്നറിയപ്പെടുന്നത്. ഗ്രാഫ് പേപ്പർ ഉണ്ടെങ്കിൽ ഗ്രാഫ് പേപ്പറിൽ വരയ്ക്കുക, അല്ലെങ്കിൽ നമുക്ക് ആൻസർ ഷീറ്റിൽ അല്ലേ. ഗ്രാഫ് ഇല്ലെങ്കിൽ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ആൻസർ ഷീറ്റിൽ വരയ്ക്കുകയും ചെയ്യും. ഇനി രണ്ടാമത്തെ ചോദ്യം, കല്ലിൻ്റെ ത്വരണം കണക്കാക്കുക. കല്ലിൻ്റെ ത്വരണം. അപ്പോൾ നമുക്കറിയാം ത്വരണം കാണാനുള്ള സമവാക്യമാണ് v - u/t അല്ലേ. a = v - u/t ആണ് ത്വരണം കാണാനുള്ള സമവാക്യം. അപ്പോൾ ഇവിടെ v എന്ന് പറയുന്നത് പ്രവേഗമാണ് അല്ലേ, അന്ത്യപ്രവേഗമാണ്. u എന്ന് പറയുന്നത് ആദ്യ പ്രവേഗമാണ്. പിന്നെ t എന്ന് പറയുന്നത് സമയമാണ്. അപ്പോൾ ഇവിടെ v എത്രയാണ്? 40 ആണ് അല്ലേ. അവസാനം അന്ത്യപ്രവേഗമാണ്. അത്
40 ആദ്യ പ്രവേഗം ഇവിടെ എത്രയാണ്? 0. അപ്പോൾ 40 മൈനസ് 0 എത്രയാണ്? സമയം 4 അല്ലേ? 4 സെക്കൻഡാണ്. 40/4 സമം 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ? ത്വരണത്തിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി ചോദ്യം സി, സ്ഥാനാന്തരം 5 മീറ്റർ ആകുമ്പോൾ കല്ലിൻ്റെ പ്രവേഗം എത്രയായിരിക്കും? സ്ഥാനാന്തരം 5 മീറ്റർ ആകുമ്പോൾ കല്ലിൻ്റെ പ്രവേഗം എത്രയായിരിക്കും? അപ്പോൾ ഇവിടെ അത് കാണാനുള്ള സമവാക്യമാണ് v² സമം u² പ്ലസ് 2as അല്ലേ? അവിടെ u നമുക്കറിയാം ആദ്യ പ്രവേഗമാണ് 0. അപ്പോൾ v² സമം 0² പ്ലസ് 2 ഇൻറ്റു a 10 s 5 അല്ലേ? 5 സ്ഥാനാന്തരം 5. അപ്പോൾ 2 ഇൻറ്റു 10 ഇൻറ്റു 5 എന്ത് കിട്ടും? v സമം 10 മീറ്റർ പെർ സെക്കൻഡ്. അതായത് ഇവിടെ ടോട്ടൽ 2 ഇൻറ്റു 10 20 അല്ലേ? 20 ഇൻറ്റു 5 എത്ര കിട്ടും? 100 കിട്ടുക അല്ലേ? 100. v² 100 അല്ലേ? v എന്ന് പറയുന്നത് 10 ആയിരിക്കും. v² 100. അപ്പോൾ v എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ചോദ്യം 17, വിവിധ മാധ്യമങ്ങളിലൂടെ പ്രകാശം കടന്നു പോകുന്ന ചിത്രങ്ങൾ നൽകിയിരിക്കുന്നു. ചിത്രങ്ങൾ പരിശോധിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഇവിടെ എ ബി സി ഡി ചിത്രങ്ങൾ നന്നായിട്ട് നോക്കുക. ചോദ്യങ്ങൾ ഇതാണ്. ഏതൊക്കെ ചിത്രങ്ങളാണ് ക്രിട്ടിക്കൽ കോണുകളെ സൂചിപ്പിച്ചിരിക്കുന്നത്? ക്രിട്ടിക്കൽ കോണുകളെ സൂചിപ്പിച്ചിരിക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ അത് ബിയും അതുപോലെ തന്നെ ഡിയുമാണ് അല്ലേ? പിന്നെ നേർരേഖയിൽ വരുന്നതാണ് അല്ലേ? 90 ഡിഗ്രി വരുന്നതാണ് ക്രിട്ടിക്കൽ കോൺ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണ്? ബിയും ഡിയുമാണ് വരുന്നത്. അതായത് ഇനി ബി ക്വസ്റ്റ്യൻ, ഏത് ചിത്രമാണ് അപവർത്തനത്തെ സൂചിപ്പിച്ചിരിക്കുന്നത്? അത് ചിത്രം സി ആണ് അല്ലേ? സി ആണ് അപവർത്തനം. അതുപോലെ ചോദ്യം സി, ക്രിട്ടിക്കൽ കോൺ എന്താണെന്ന് വിശദമാക്കുക. എന്താണ് ക്രിട്ടിക്കൽ കോൺ? അപ്പോൾ പ്രകാശ സാന്ദ്രത കൂടിയതിൽ നിന്ന് കുറഞ്ഞ അല്ലേ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി കടക്കുമ്പോൾ അപവർത്തന കോൺ 90 ഡിഗ്രി ആകുന്ന സന്ദർഭത്തിലെ പതന കോണാണ് ക്രിട്ടിക്കൽ കോൺ. അപ്പോൾ അത്രയേ ഉള്ളൂ. പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം കടക്കുമ്പോൾ അപവർത്തന കോൺ 90 ഡിഗ്രി ആകുന്ന സന്ദർഭത്തിലെ പതന കോൺ ആണ് ക്രിട്ടിക്കൽ കോൺ. ഇനി ചോദ്യം 18, ചിത്രം പരിശോധിച്ച് പട്ടിക പൂർത്തിയാക്കുക. ഇവിടെ എ ബി സി ഡി ഇ എഫ് അല്ലേ? ഓരോ സമയത്തിലുമുള്ള ദൂരം അല്ലേ അളവ് കൊടുത്തിട്ടുണ്ട്. നോക്കുക, അതായത് സഞ്ചരിച്ച സ്ഥാനം ത്വരണവുമാണ് കൊടുത്തിട്ടുള്ളത്. സഞ്ചരിച്ച സ്ഥാനം ത്വരണം നമുക്ക് ഒന്ന് നിന്നിട്ടുണ്ട്. എയിൽ നിന്ന് ബിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഇവിടെ ത്വരണം 5-0/5 എന്നാണ്. അപ്പോൾ ഇവിടെ ആദ്യം ഈ എയിൽ നിന്ന് ബിയിലേക്ക് എന്ന് പറയുമ്പോൾ ആദ്യ പ്രവേഗം 0, അന്ത്യപ്രവേഗം 5 അല്ലേ? അപ്പോൾ നമുക്കറിയാം v-u/t ആണ് ത്വരണം കാണുന്ന സമവാക്യം. v എന്ന് പറയുന്നത് ഇവിടെ 5, അന്ത്യപ്രവേഗം 5, ആദ്യത്തത് 0. അപ്പോൾ 5-0/5 അല്ലേ? അതായത് 5/5 എന്ന് പറഞ്ഞാൽ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി ബിയിൽ നിന്ന് സിയിലേക്ക് വരുമ്പോൾ എന്താ വരിക? ബിയിൽ നിന്ന് സിയിലേക്കാണ്. അപ്പോൾ ആദ്യം വരുന്നത് 5, രണ്ടാമത് വരുന്നത് 10. വി എന്ന് പറയുന്നത് 10 അല്ലേ? യു എന്ന് പറയുന്നത് 5. അതായത് 10-5/5 സമയം എപ്പോഴും 5 തന്നെയാണ് വരുന്നത്. 10-5/5 എന്ന് പറഞ്ഞാൽ എന്താ പറയുക? 5/5 വരും അല്ലേ? 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി സിയിൽ നിന്ന് ഡിയിലേക്ക് 10 അല്ലേ? അപ്പോൾ 10-10/5 എന്ന് പറഞ്ഞാൽ എന്ത് വരിക? 0 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 0/5 എന്നാണ് വരിക അല്ലേ? 0.5 കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ 0 അത്രയും മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി ഡിയിൽ നിന്ന് ഇയിലേക്ക് 10-5 വരുന്നത്. അപ്പോൾ 5-10 വരിക. 5-10/5 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? -5/5 വരിക. മൈനസ് ആയത് കാരണം -1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ.
ഇനി ഇയിൽ നിന്ന് എഫിലേക്ക് 20 25 അപ്പോൾ 25 മൈനസ് 20/5 എന്ന് വരും അല്ലേ. എന്താ കിട്ടുക ആൻസർ? -5 അല്ലേ. ഇയിൽ നിന്ന് എഫിലേക്ക് 0.5 0.5 അല്ലേ. അപ്പോൾ 0 - 5/5 എന്ത് കിട്ടും? -1 വരും. -5/5 കിട്ടും. അപ്പോൾ അരിച്ചു കഴിഞ്ഞാൽ -1 m/s². ഇനി 19 റോഡ് അപകടങ്ങൾ കുറയ്ക്കുകയും സുരക്ഷിത യാത്ര ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതിന് റോഡ് സൈനുകളും റോഡ് മാർക്കിങ്ങുകളും നടപ്പിലാക്കിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ചോദ്യം എ, റോഡ് സൈനുകളെ പ്രധാനമായും 3ആയി തിരിച്ചിരിക്കുന്നു. അവയിൽ 2 പേരെഴുതുക. ഏതൊക്കെയാണ്? ഒന്ന് മാൻഡേറ്ററി സൈനുകളുണ്ട്, അതുപോലെ തന്നെ രണ്ടാമത്തത് കോഷണറി സൈനുകളുണ്ട്. ഇനി സുരക്ഷ ഉറപ്പുവരുത്താൻ കാൽനട യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട 2 മുൻകരുതലുകൾ എഴുതുക അല്ലേ. എന്തൊക്കെയാണ്? ഒന്ന്, റോഡിലൂടെ നടന്നു പോകുന്നവർ കാൽനട യാത്രക്കാർ റോഡിൻ്റെ വലതുവശം ചേർന്ന് നടക്കുക. അതുപോലെ തന്നെ റോഡ് മുറിച്ച് കിടക്കുന്ന സമയത്ത്, ക്രോസ് ചെയ്യുന്ന സമയത്ത് സീബ്ര ലൈനിലൂടെ ഇരുവശത്തും വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തി വേണം റോഡ് മുറിച്ച് കിടക്കാൻ. ഓക്കെ. ഇനി ചോദ്യം 20 ചിത്രങ്ങൾ നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഇവിടെ ഒരു കുട്ടി നക്ഷത്രത്തെ കാണാണ് അല്ലേ, ആകാശത്തേക്ക് നോക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊന്ന് ഒരു കുട്ടി അക്വേറിയത്തിലേക്കും നോക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം എ, നക്ഷത്രങ്ങൾ മിന്നുന്നതായി തോന്നാനുള്ള കാരണം വിശദീകരിക്കുക. അത് അപവർത്തനമാണ്, അന്തരീക്ഷത്തിലുള്ള അപവർത്തനമാണ് അതിനുള്ള കാരണം. അതായത് നക്ഷത്രങ്ങളിൽ നിന്ന് വരുന്ന പ്രകാശകിരണങ്ങൾക്ക് പലതവണ ക്രമരഹിതമായ അപവർത്തനത്തിന് ശേഷമാണ് നമ്മുടെ കണ്ണിൽ പതിക്കുന്നത്. അപ്പോൾ അങ്ങനെ പതിക്കുമ്പോൾ നക്ഷത്രത്തെ ഒരേ സ്ഥാനത്ത് തുടർച്ചയായി കാണാൻ കഴിയാതെ വരും അല്ലേ. അതുകൊണ്ട് ഒരുപാട് തവണ നക്ഷത്രങ്ങൾക്ക് അപവർത്തനം സംഭവിക്കുന്നു. ആ കാരണം കൊണ്ടാണ് നക്ഷത്രങ്ങൾ മിന്നുന്നതായി തോന്നുന്നത്. ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യന് ബി ക്വസ്റ്റ്യൻ, അക്വേറിയത്തിൻ്റെ അടിത്തട്ട് ഉയർന്നു നിൽക്കുന്നതായി തോന്നാനുള്ള കാരണം എന്ത് അല്ലേ. അക്വേറിയത്തിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ അടിത്തട്ട് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന പോലെ തോന്നിപ്പോകും. അപ്പോൾ അതിനുള്ള അതിൻ്റെ കാരണം പൂർണ്ണാന്തര പ്രതിപതനമാണ്. പൂർണ്ണാന്തര പ്രതിപതനം അല്ലേ. അതായത് അക്വേറിയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും വരുന്ന പ്രകാശത്തിന് ജലോപരിതലത്തിൽ വെച്ച് പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കുന്നതുകൊണ്ടാണ് അക്വേറിയത്തിൻ്റെ അടിത്തട്ട് ഉയർന്നു നിൽക്കുന്നതായിട്ട് തോന്നുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കുക. ഓക്കെ.